നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീനയ്ക്കെതിരെ വീരോചിതം പോരാടിയ കേപ്പ് വെർദേക്ക് അഭിനന്ദനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അർജന്റീൻ കോച്ച് ലയണൽ സ്കലോനി. പക്ഷേ കളി ഒടുവിൽ അർജന്റീന വിജയിക്കുകയും ചെയ്തു. 3-2 വിജയിച്ചു. എന്നാൽ കേപ്പ് വെർദെ കിടിലൻ പോരാട്ടമാണ് നടത്തിയത്. അവരെ അഭിനന്ദിക്കുന്നു കോച്ച് ലയണൽ സ്കലോനി. അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും കളിയുടെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ഞാൻ താരങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം, നമ്മൾ ഗിവ് അപ്പ് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല, അവസാനം വരെ പോരാടി നേടി. ഈ വേൾഡ് കപ്പിൽ ഒരു ഈസി ഓപ്പണൻറ്റും ഇല്ല. ഞാൻ കേപ്പ് വെർദേക്ക് അഭിനന്ദനങ്ങൾ ചൊരിയുകയാണ്. അങ്ങനെ എളുപ്പമുള്ള ടീമുകളൊന്നുമില്ല. എല്ലാവരും വിചാരിക്കും ഇത് ഈസി ഗെയിമാണ്, പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത്. പലരും ടീമുകളുടെ പേര് നോക്കിയാണ് എളുപ്പമാണോ അല്ലയോ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങൾ നന്നായിട്ട് വിജയിക്കുമ്പോൾ പോലും എല്ലായ്പ്പോഴും ചില മേഖലകളിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാകും. സോ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, ഞങ്ങൾ നന്നായിട്ടാണോ കളിച്ചത്, മോശമായിട്ടാണോ കളിച്ചതെന്നൊക്കെ. പക്ഷേ ഈ ടീം ഒരിക്കലും ഭയന്നിട്ടില്ല. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും മത്സരം നിയന്ത്രിക്കുന്നതിലും ഒട്ടും ഭയന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വി വേർ ഹിറ്റ് അറ്റ് കീ മൊമെൻറ്റ്സ്. പക്ഷേ എല്ലായ്പ്പോഴും മുന്നോട്ടേക്ക് പുഷ് ചെയ്തുകൊണ്ടിരുന്നു, വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എല്ലായ്പ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു റൂം ഉണ്ടായിരിക്കും, അത് പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ടീം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളിൽ ടീം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, അതാണ് പ്രധാനപ്പെട്ടത് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ടീം സഫർ ചെയ്തു എന്നുള്ള അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ സഫർ ചെയ്യുമ്പോഴും വിജയത്തിന് വേണ്ടിയിട്ട് പോരാടി വിട്ടുകൊടുത്തില്ല. അതിൽ പോസിറ്റീവ് കാണാനാണ് സ്കലോനിക്ക് ഇഷ്ടം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.